ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗിരിജെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ നാത്തൂനെ? നമ്മുടെ അഞ്ജുവിന് നല്ലൊരു ആലോചനയുടെ കാര്യം പറയാൻ ആഷി വിളിച്ചത്. ആണോ? എവിടുന്നാ നാത്തൂനെ പയ്യൻ? പയ്യൻ ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ ഉള്ളതാ. ഇന്ദ്രപ്രസ്ഥത്തിലോ? അവിടെ ആരാ നമ്മളൊന്നും അറിയാത്തൊരു പയ്യൻ? ആ, അത് ശരിയാണല്ലോ. ഇന്ദ്രപ്രസ്ഥത്തിൽ എന്ന് വെച്ചാ ആ വീട്ടിൽ താമസിക്കുന്നതല്ല, നമ്മുടെ നീരജയില്ലേ, അവരുടെ ചേട്ടന്റെ മോനാ. ഓ, ആ, അപ്പൊ പൃഥ്വിനെ പോലെ നല്ല പയ്യനായിരിക്കും. ആരുടെ കല്യാണക്കാരി പറയുന്നേ? നിന്റെ തന്നെ, അല്ലാതെ വേറെ ആരുടെയാ? എനിക്കോ? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ, നീ സന്യസിക്കാൻ പോവാണോ? അതെ. എന്താ, അഷ്ടയേക്കാൾ മൂത്തല്ലേ അഞ്ജു നീയ? അതുകൊണ്ട് ഇനി വൈകിപ്പിക്കാനൊന്നും പറ്റില്ല. അഷിയേക്കാളും അഞ്ജുവിനേക്കാളും മൂത്തതാണ് ദുർഗ. അതെന്താ നിങ്ങൾ മറക്കുന്നേ? ഇനി നോക്കേണ്ടതേ ദുർഗയുടെ വിവാഹ. എന്റെ മോളുടെ കല്യാണം ആലോചിക്കാൻ പോകുന്നത് പറയുമ്പോ അമ്മ ആ നാശത്തിന്റെ കാര്യം എടുത്തിടുവാണോ? അതെന്താ ഗിരിജെ, ദുർഗ മോൾക്കൊരു ജീവിതം വേണ്ടേ? ദുർഗയ്ക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കണം ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ല. അതിന് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് അങ്ങ് നടത്തിയാ മതി. അറിയാം, ഇനി വൈകാതെ ദുർഗയ്ക്ക് കല്യാണം നോക്കണം. അല്ല, അതെങ്ങനെ ശരിയാവും? അവള് കല്യാണം കഴിക്കുന്നില്ലെന്ന് എനിക്ക് സത്യം ചെയ്തു തന്നല്ലേ. നിന്നെ ഞാനെങ്ങനെ വിശ്വസിക്കും? ഇനിയും നീ എന്നെ പറ്റിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അത് ശരിയാണല്ലോ. ആ, ദുർഗ അത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതെ, അപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾ അക്ഷിതയ്ക്ക് തടസ്സമാകാതിരിക്കാനും നിന്നെ സമാധാനിപ്പിക്കാനും വേണ്ടിയല്ലേ വസുമതി അങ്ങനെ പറഞ്ഞത്? അതൊന്നും എനിക്കറിയത്തില്ല. ഇനിയിപ്പൊ അവള് കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഒരു കണക്കിനെ അവളെ ആരുടെയെങ്കിലും തലയെ കെട്ടിവെച്ച് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് തന്നെയാ നല്ലത്. അതെ, അതും പറഞ്ഞ് എന്റെ അഞ്ജുവിന്റെ കല്യാണം വൈകിപ്പിക്കാനും തടയാനും ഞാൻ സമ്മതിക്കില്ല. അമ്മേ, ധൃതിയൊന്നും വെക്കണ്ട. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയൊക്കെ കിട്ടി സെറ്റായാൽ ഞാൻ കല്യാണം കഴിച്ചോളാം. പക്ഷെ അതിനുവേണ്ടി ഇപ്പോഴേ ആലോചിക്കണ്ടെന്ന് ആശയോടൊന്ന് പറഞ്ഞേക്ക്. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നേ, അല്ലേ ഗിരിജെ? അല്ലാതെ പിന്നെ നിനക്ക് യോജിച്ചൊരു കല്യാണം ഞങ്ങള് കണ്ടെത്തും. നീ അത് സമ്മതിച്ചോണം. അഷി ഇപ്പൊ പറഞ്ഞ ആലോചന എല്ലാം കൊണ്ട് ശരിയായ ഇത് തന്നെ നമുക്കങ്ങ് നടത്താം. അതെ, കല്യാണക്കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് കുട്ടികൾ തന്നെയാ. അല്ലാതെ ഉത്തരവാദിത്തം ഒഴിവാക്കാൻ വേണ്ടി നിർബന്ധിച്ച് കല്യാണം നടത്താനൊന്നും പാടില്ല. അതെ, അത് വല്ലതും ഇവർക്ക് മനസ്സിലാവോ? ഇവര് നോക്കുന്നത് സ്വത്തും പണവും മാത്ര. കാശ് മാത്രം നോക്കി കൊമ്പത്ത് കയറാൻ നോക്കിയാലേ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ദുർഗയുടെ കാര്യം പറയുമ്പോ അമ്മ ഇതൊക്കെ മറന്നു പോകുന്നുണ്ടോ? ഏത് നേരവും ദുർഗയെ കെട്ടിക്കണം എന്നുള്ള വിചാരമാണല്ലോ അമ്മയ്ക്ക്. അതെന്താ ഗിരിജെ, അവൾക്കൊരു ജീവിതം ഉണ്ടാവാൻ ഞാൻ തന്നെ മുൻകൈ എടുക്കണമല്ലോ. നിങ്ങൾ ആരും അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദുർഗയെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുക എന്നത് എന്റെ സ്വപ്ന. നാത്തമ്മ, നമുക്ക് അപ്പുറത്തെങ്ങാനും പോയിരുന്ന് സംസാരിക്കാം. ഇവിടെ എന്നാ ശരിയാവില്ല. അതെ, സ്വന്തം വീട്ടിലുള്ളവരാണല്ലോ എന്ന് കരുതി പറഞ്ഞപ്പോ പുറത്തുള്ളവരെക്കാൾ കുശുമ്പ ഇവിടെ ഉള്ളവർക്ക്. വാ ഗിരിജെ, പോവാം. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കും. ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയി.